മോനെ, ദേ അച്ഛൻ വന്നു. ഇന്ദ്രേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ഇന്ദ്രേട്ടൻ ദേഷ്യപ്പെടരുത്. ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? നീ കാര്യം പറ. അത് നമുക്ക് അയാളെ കൂടെ ഒന്ന് കണ്ടിട്ട് പോയാലോ? ഇന്ദ്രേട്ടൻ എന്തൊന്നും മിണ്ടാത്തെ? എന്തിനാണോ ആവശ്യമില്ലാത്തൊരു പ്രശ്നം? അല്ല, ഈ ഹോസ്പിറ്റലിൽ തന്നെ അയാളുള്ളത്. റൂം നമ്പർ ഞാൻ സിസ്റ്ററോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്നും വേണ്ടാനു, നമുക്ക് പോവാം. ഇന്ദ്രേട്ടാ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമ്മൾ അയാളെ കണ്ടതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അനു, ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിനാ നമ്മുടെ സമയം വെറുതെ കളയുന്നത്? ഇന്ദ്രേട്ടാ, അങ്ങനെയല്ല. ഞാൻ വിചാരിക്കുന്ന ആളാണ് അയാളെങ്കിൽ അയാളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നിൽ തലയിട്ട് ഇല്ലാത്ത തലവേന ഉണ്ടാക്കി വെക്കണ്ട അനു. ഒരുവിധം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഭംഗിയായിട്ട് മുന്നോട്ട് പോവാം. അതിനിടയിൽ ഇത് വേണ്ടെന്നാ എന്റെ അഭിപ്രായം. ഇന്ദ്രേട്ടൻ പറയുന്നൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇതെന്റെ ഒരു റിക്വസ്റ്റാ. നമുക്ക് അയാളെ ഒന്ന് കാണാം. പ്ലീസ് ഇന്ദ്രേട്ടാ. ശരി, നിനക്ക് വേണ്ടി ഞാൻ വരാം. താങ്ക് യു ഇന്ദ്രേട്ടാ. ചേട്ടോ, എന്നെ അറിയൂ ഏട്ടാ? എങ്ങനെ അറിയാനല്ലേ, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ. ഞാനേ ഒരു സാമൂഹിക പ്രവർത്തകനാണ്. പത്രത്തിൽ വാർത്ത കണ്ടപ്പോ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ആണോന്ന് അറിയണമല്ലോ, അതുകൊണ്ട് വന്നതാ. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ആരെങ്കിലും ആണോ? ഞാൻ അതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. പിന്നെന്താ ഇവിടെ വന്ന് കറങ്ങുന്നത്? അയ്യോ, അത് ആരോരും ഇല്ലാത്തൊരു പാവല്ലേ, ഒരു ചായ വാങ്ങി കൊടുത്തേക്കാന്ന് കരുതി. പിന്നെ സിസ്റ്ററെ, നമ്മളൊക്കെ മനുഷ്യത്തുള്ളവരല്ലേ. പേഷ്യന്റിനെ അധികം ശല്യം ചെയ്യരുത്. ഒരിക്കലും ഇല്ല. ഞാനേ ഇദ്ദേഹം എന്റെ നാട്ടുകാരനാണോന്ന് അറിയാൻ വേണ്ടി വന്നതാ. പക്ഷെ കണ്ടപ്പോ ഒരു പാവം തോന്നുന്നു. കുറച്ചു നേരം ഞാൻ ചേട്ടന് കമ്പനി കൊടുത്തിട്ടേ ഞാൻ അങ്ങ് പോവും. അത്രേ ഉള്ളൂ. സിസ്റ്റർ പോയിക്കോ. ശരി ചേട്ടാ, നമുക്കേ ഒരു ചായ അങ്ങ് കുടിച്ചാലോ? ഞാനേ ചേട്ടനെ എഴുന്നേപ്പിക്കാം. എഴുന്നേക്ക, ഒരു ചായ കുടിക്കാം. വാ, പതുക്കെ. അത് കൂതി കുടിച്ചാൽ മതി, ചൂടുണ്ട്. ചൂടോടെ അങ്ങ് കുടിച്ചാട്ടെ. എന്നാലും ആരായിരിക്കും ചേട്ടനെ വണ്ടി ഇടിപ്പിച്ചത്? അല്ല, വണ്ടി ഇടിപ്പിച്ച ആളെ ചേട്ടൻ കണ്ടായിരുന്നോ? എങ്ങനെ കാണാനല്ലേ?
രാത്രിയിലായിരിക്കുമല്ലോ സംഭവം നടന്നത്. ആ, അല്ലേ തന്നെ ഇടിപ്പിച്ച ആള് മനഃപൂർവ്വം ഒന്നും ചെയ്തതായിരിക്കില്ല അല്ലേ? ചേട്ടാ, ഒരബദ്ധമൊക്കെ ആർക്ക് വേണമെങ്കിലും പറ്റാവുന്നതല്ലേ ഉള്ളൂ, പാവം.